സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. 5 മക്കളിൽ 3 പേരും വൈദികർ. 4ാമത്തെ മകന്റെ തിരുപ്പട്ട സ്വീകരണത്തിന് മുൻപ് മോളി നിത്യസമ്മാനത്തിന് യാത്രയായി. പാല. 5 മക്കളിൽ 4 പേരെയും ഈശോയുടെ വന്ധ്യ വൈദികരാക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ അവർക്ക് ബലമേകിയ അമ്മ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പാല പൈക പന്തിരുവേലിൽ ജോയിയുടെ ഭാര്യ മോളിയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായത്. പന്തിരുവേലിൽ ജോയി മോളി ദമ്പതികളുടെ 5 ആൺമക്കളിൽ 4 പേരും നിത്യപുരോഹിതനായ ഈശോയെ പിൻചെല്ലുകയായിരുന്നു. ഉയർന്ന വരുമാനമുള്ള ജോലിയും വിദേശത്തെ ജീവിത സാഹചര്യവും തിരഞ്ഞെടുക്കുന്ന ഇക്കാലത്തെ യുവജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി 4 പേരും പൗരോഹിത്യ വഴി തിരഞ്ഞെടുത്തപ്പോഴും യാതൊരു എതിർപ്പും കൂടാതെ പൂർണ്ണ പിന്തുണയുമായി ഈ മാതാപിതാക്കൾ നിലകൊണ്ടു. ടൈറ്റസ്, മാർട്ടിൻ, ഡിയോ, നിർമ്മൽ, വിമൽ എന്നീ 5 മക്കളെയാണ് ദമ്പതികൾക്ക് ഈശോ സമ്മാനമായി നൽകിയത്. ടൈറ്റസ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ശേഷിച്ച 4 പേരും ഈശോയുടെ നിത്യപൗരോഹിത്യത്തിൽ ഭാഗമാകുകയായിരുന്നു. 2009 ഡിസംബർ 28 മാർട്ടിനാണ് കുടുംബത്തിൽ നിന്നും ആദ്യമായി തിരുപ്പട്ടം സ്വീകരിച്ചത്. നിലവിൽ പാലാരൂപതയിലെ വരിയാനിക്കാട് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹം. ഫാദർ ഡിയോ പകൽപ്പുവർ രൂപതയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. 2021 ജനുവരി 5 കുടുംബത്തിൽ നിന്ന് അനുഗ്രഹമായി വീണ്ടും തിരുപ്പട്ട സ്വീകരണം നടന്നത്. പാലാരൂപതയ്ക്കു വേണ്ടി ഫാദർ നിർമ്മൽ മാത്യു അന്ന് അഭിഷിക്തനായി. ഈശോ ദാനമായി നൽകിയ മക്കൾ പ്രാർത്ഥനയോടെ എടുത്ത തീരുമാനത്തിന് യാതൊരു എതിരും നൽകാതെ അവർക്ക് വേണ്ടി ജീവിതത്തെ പ്രാർത്ഥനയായി മാറ്റി മുന്നോട്ടു പോവുകയായിരുന്നു മോളി. ഇളയ മകനായ ഡീക്കൻ വിമലിന്റെ പൗരോഹിത്യ സ്വീകരണം അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന വേളയിലാണ് മോളിയുടെ വിടവാങ്ങൽ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.